सीताराम 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 कहिए, सीताराम 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 कहिए। जाहि विधि राखे राम ताहि विधि रहिए, जाहि विधि राखे राम। ओम सद्गुरुभ्यो नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। कामकृदाद्यखिलदोषमपास्य रामनामाक्षरमृतगणैर्हृदयं निषिञ्चन् यः साधनुग्रहवधेन दिवं विवेश तं श्रीनीलकण्ठगुरुपादमनुस्मरामि। विग्रहे रामचन्द्रस्य विलयीभूतचेतसा अहं ब्रह्मेदि वेदान्ततत्त्वबोधस्वरूपिणे विभूतिमात्रदानेन सर्वानुग्रहदायिने श्रीनीलकण्ठशिष्याय सत्यानन्दाय ते नमः। वैदेहीमभिवीक्ष्यादपुलगां वामाङ्गमासेविनीं वामेन स्तनयूजुगं पुलगिना वामं करेणामृशन् तत्त्वं दक्षिणपाणिना कलितया तन्मुद्रया दर्शयन् रामो मारुतिसेवितो लसतु मे साम्राज्यसिंहासने। यत्र यत्र रघुनाथकीर्तनं तत्र तत्र शतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇന്ന് ഹനുമാൻ ചാലിസയുടെ ഒരു ചെറിയ വ്യാഖ്യാനമാണ്, ഒരു ചെറിയ ക്ലാസ് പോലെ ഇവിടെ ആരംഭിക്കുന്നത്. ഒരു 12 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ ഉത്തരഭാരതത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു സ്തുതിയാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാം ബോലെ ദൂബെ ആണ് പിന്നീട് തുളസീദാസ് മഹാരാജായി അറിയപ്പെട്ടത്. ഉത്തരഭാരതത്തിലെ ഭക്തിപ്രസ്ഥാന കവികളിൽ പ്രമുഖ സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മഹത്തായ ഒരു സംഭാവനയാണ് ശ്രീരാമചരിതമാനസം. അതുപോലെ തന്നെ ജനഹൃദയങ്ങളിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ഹനുമാൻ ചാലിസ. പേര് പോലെ തന്നെ ഹനുമാൻ ചാലിസ, ചാലിസ എന്ന് പറഞ്ഞാൽ 40, ഹനുമാൻ്റെ 40 ശ്ലോകങ്ങളിലൂടെ ഉള്ള സ്തുതിയാണിത്. ഇത് ഹിന്ദിയിലെ ഭാഷയുടെ ഒരു പ്രാദേശിക സ്വഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അവധി എന്നാണ് ആ ഭാഷയുടെ പേര്. ചൗപ്പായി, ദോഹ, സോരഠ എന്നൊക്കെ പറഞ്ഞ രീതികളിലാണ് ഈ പ്രത്യേകിച്ച് അവധി ഭാഷയിൽ കാവ്യങ്ങൾ എഴുതുന്നത്. ഇത് പ്രധാനമായും ദോഹയും ചൗപ്പായും മാത്രമാണുള്ളത്. 3 ദോഹയും 40 ചൗപ്പായുമാണുള്ളത്. ആദ്യം തന്നെ മംഗളാചരണമായിട്ട് 2 ദോഹയും അവസാനം 1 ആണ് ഉള്ളത്. ബാക്കി 40 ചാലിസകളുമാണ്. ഇതിലൂടെ ഹനുമാൻ്റെ ധൈര്യം, ശക്തി, ജ്ഞാനം, രാമനോടുള്ള അചഞ്ചലമായ ഭക്തി ഇവയൊക്കെ സ്തുതിച്ചുകൊണ്ടാണ് ഈ ചാലിസ പോകുന്നത്. ഇത് നമ്മുടെ അപാരമായ ശക്തിയെക്കുറിച്ചും ജ്ഞാനത്തിൻ്റെ ഉറവിടവും അതുപോലെ തന്നെ രാമദൂതനും ധർമ്മ സംരക്ഷകനുമായ ഹനുമാനെ സ്മരിക്കുന്നതും സ്തുതിക്കുന്നതുമായ ഒന്നാണിത്. ഈ ഹനുമാൻ ചാലിസയുടെ സാധനയായി നമുക്ക് ഭയത്തെ മറികടക്കാൻ സാധിക്കുന്നു. നമ്മളിലുള്ള തിന്മയെ അകറ്റി നിർത്തുന്നു, ദൈവീകതയെ സൃഷ്ടിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല തടസ്സങ്ങളെ പരിഹരിക്കുവാനും പ്രത്യേകിച്ച് ശനിദോഷത്തെ പരിഹരിക്കുവാനും നമുക്ക് ആവശ്യമായ ആന്തരിക പ്രേരണയും ശക്തിയും ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. മാനസിക ശാരീരിക രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഹൃദയവിശുദ്ധിക്കും ഹനുമാൻ ചാലിസ ഉത്തമമായ ഒരു ഔഷധമാണ്. ഈ സ്തുതി എന്ന് പറയുന്നത് ഭക്തിപ്രസ്ഥാനത്തിൽ, ഭക്തിമാർഗത്തിൽ വളരെ പ്രധാനമായ ഒന്നാണ്. കീർത്തനം പാടുക,
ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുക, വർണ്ണിക്കുക എന്നതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഭാഗവതത്തിൽ നമുക്കറിയാം നവധാഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് ഭാഗവതത്തിൽ 7:5:23 സൂചിപ്പിക്കുന്നുണ്ട്. രാമായണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ശബരിക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഒരു ഭക്തി മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തുളസിദാസി അതിനെ ഇങ്ങനെ പറയുന്നു: പ്രഥമ ഭഗതി സന്തനികർ സംഗ ദൂസരി രതി മമ കഥാപ്രസംഗ ഗുരുപദ പങ്കജ സേവാ തീസരി ഭഗതി അമാൻ ചൗദ ഭഗതി മമ ഗുണഗാന മന്ത്രജാപ മമ ദൃഢവിശ്വാസ പഞ്ചമ ഭജനസോ വേദപ്രകാശ ഛട് ദമശീല വിരതി ബഹുകർമ്മ നിരന്തര സജ്ജനധർമ്മ സാത്തവ സമമോഹിമയ ജഗദേഖ മോത്തേ സന്ത അധിക കരിലേഖ ആഠവ ജഥാലാഭ സന്തോഷ സപ്നഹു നഹി ദേഖഹി പരദോഷ നവമ സരള സബ് സനചനഹീല. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 9 രീതികളിലൂടെ ഭക്തിയെപ്പറ്റി, ഭക്തിയുടെ എങ്ങനെയാണ് ഭക്തിയെ വളർത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 4ാമത്തെ കാര്യമാണ് ചൗഥ ഭഗതി മമ ഗുണഗാന മന്ത്രജാപ മമ ദൃഢവിശ്വാസ എന്ന് പറഞ്ഞതിലാണ് ഈ സ്തുതികളെല്ലാം വരുന്നത്. ഇനി എന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത്? ആരെയാണ് സ്തുതിക്കുന്നത്? ഇതാണ് വരുന്നത്. അപ്പം ഭഗവാൻ എന്ന് വെച്ചാൽ ആരാണ്? ഭഗവാൻ എന്ന് പറയുന്നത് ഗുണങ്ങളോട് കൂടിയ സഗുണ സ്വരൂപമാണ്. ഇപ്പോൾ രാമേന്ദ്ര മനസ്സിൽ ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സഗുണഭക്തിയാണ് തുളസീദാസി കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ ധൈര്യസ്യ യശസ്സ്രിയ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണ ഭഗൈതീര്യത. 6 കാര്യങ്ങൾ ഇതാണ് ഭഗവാന്റെ ഗുണങ്ങളായി വർണ്ണിക്കുന്നത്. ഈ ഗുണങ്ങളെ പ്രാപ്തമാക്കുവാനാണ് നമ്മൾ ഭഗവത് പൂജയും സ്തുതികളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുന്നതിലൂടെ നമ്മളിലുള്ള നീചഭാവങ്ങൾ നശിക്കുകയും ഭഗവാനിൽ ഉറച്ച വിശ്വാസവും സമർപ്പണവും വന്ന് ഭഗവാന്റെ ആ ഗുണങ്ങൾ നമ്മളിൽ വന്ന് വിളങ്ങുന്നു എന്നുള്ളതാണ് ഈ സ്തുതികളിലൂടെയുള്ള ഏറ്റവും വലിയ രഹസ്യമുള്ളത്. അപ്പോൾ ഇത് എഴുതാനിടയായൊരു സംഭവം കൂടെ പറയാം. ശ്രീരാമഭക്തനും അതോടൊപ്പം തന്നെ ജ്യോതിഷിയുമാണ് തുളസീദാസി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറ്റി അറിഞ്ഞ് അക്ബർ ഇദ്ദേഹത്തോട് അക്ബറിനെക്കുറിച്ച് ഒരു സ്തുതി എഴുതാൻ ആവശ്യപ്പെട്ടു. ഭഗവാനെ അല്ലാതെ മറ്റാരെയും താൻ സ്തുതിക്കുകയില്ല എന്ന് തുളസീദാസ് തീർത്തു പറഞ്ഞു. ഇതിനെ തുടർന്ന് ക്ഷുഭിതനായി അക്ബർ തുളസീദാസിനെ തുറങ്കലിലടയ്ക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ 41 ദിവസം തുറങ്കലിലടച്ചു. ഇതിനെ തുടർന്ന് അക്ബറിൻ്റെ കൊട്ടാരമാകെ വാനരശല്യം വർദ്ധിച്ചു. ജീവിതം തന്നെ പൊറുതിമുട്ടി. അപ്പോൾ അതിന് പരിഹാരമായിട്ട് മന്ത്രികളോട് ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രികൾ, നിങ്ങൾ തുറങ്കലിലടച്ച തുളസീദാസ് വളരെ വലിയ രാമഭക്തനാണ്, ഹനുമാൻ്റെ ഭക്തനാണ്, അദ്ദേഹത്തെ തുറങ്കലിലടച്ചുകൊണ്ടാണ് ഈ വിനാശങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയുകയും ആ തെറ്റ് മനസ്സിലാക്കിയ അക്ബർ തുളസീദാസിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തുറങ്കലിൽ കിടന്നുകൊണ്ട് ഹനുമാൻ്റെ, രാമദൂതനായ ഹനുമാൻ്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ചതാണ് ഈ ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത്. അതിലാദ്യത്തെ ദോഹ എന്ന് പറയുന്നത് ഇതാണ്. ഗുരുവിൻ്റെ വർണ്ണനയാണ് പറയുന്നത്. ശ്രീ ഗുരു ചരണ് സരോജരജ് നിജമന മുകുരു സുധാരി ഭരണൗ രഘുവർ വിമല ജസു ജ്യോതായകു ഫലചാരി. ശ്രീ ഗുരു എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായ ഗുരു, ചരണ് പാദങ്ങൾ, സരോജ് താമര, രജ് ധൂളി, നിജ സ്വന്തം, മനസ്സ് അല്ലെങ്കിൽ ഹൃദയം, മുകുരു കണ്ണാടി, സുധാരി ശുദ്ധീകരിക്കുക, ഭരണൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരിക്കുക, രഘുവർ വിമല ജസു പവിത്രമായ രഘുകുലനായകൻ്റെ മഹിമകൾ, ജ്യോതായകു ഫലചാരി അത്
ജോ എന്ന് വെച്ചാൽ അത്, ദായകു നൽകുന്നു, ഫലചാരി 4 ഫലങ്ങളെ നൽകുന്നു. അപ്പോൾ ഗുരുവിനോടുള്ള എളിമയും ആദരപൂർവമായ സേവനവുമാണ് ഒരു സാധകന് ആദ്യം ആവശ്യമായിട്ടുള്ളത്. ദേവത ഉപാസനയ്ക്ക് മുമ്പ് ഗുരുവിനെ ആരാധിക്കുക എന്നതാണ് ഭാരതീയ പാരമ്പര്യം. അപ്പോൾ ഗുരു എന്താണ്? ഗുരു അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം നൽകുന്ന ആളാണ്. അപ്പോൾ അതുമൂലം നമ്മൾ തുടങ്ങി വെച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുവാനും അതിലൂടെ ഗുരുവിനെയും ദേവതയെയും പ്രസാദിപ്പിക്കാനും സാധിക്കുന്നു. ഗുരുവിലൂടെ ദൈവത്തിൻ്റെ കൃപ തേടുക. ദൈവം എന്ന് പറയുന്നത് സദ്ഗുണമാണ്. സദ്ഗുണ കൃപ നേടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ 2 ദോഹകൾ, ഇന്ന് പറയുന്നതും നാളത്തെയും ദോഹകൾ രണ്ടും ചാലിസയുടെ മംഗളാചരണമാണ്. ഒന്നുകൂടെ പറയാം. ശ്രീ ഗുരു മഹാരാജിൻ്റെ പാദധൂളികളാകുന്ന താമരപ്പൂക്കളുടെ പൊടികൾ കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിച്ചുകൊണ്ട്, കാരണം കണ്ണാടി അഴുക്ക് പറ്റിക്കിടന്നാൽ അതിലൂടെ ബിംബം തെളിയുകയില്ല. അപ്പോൾ ഹൃദയത്തിൽ ഉള്ള ബിംബത്തെ, ഭഗവാന്റെ സ്വരൂപത്തെ പോലും മറയ്ക്കുന്ന കണ്ണാടിയിലെ അഴുക്കുകളെയാണ് ഗുരുവിൻ്റെ പാദധൂളികൾ കൊണ്ട് നാം വൃത്തിയാക്കുന്നത്. അങ്ങനെ കണ്ണാടിയെ ശുദ്ധീകരിച്ചുകൊണ്ട് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളാകുന്ന സനാതനധർമ്മം മനുഷ്യൻ്റെ ആ പരമലക്ഷ്യമായി കാട്ടുന്ന ഈ പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന മര്യാദാ പുരുഷോത്തമനായ ശ്രീ രഘുവീരൻ്റെ പവിത്രമായ പ്രശസ്തിയെ ഞാൻ വർണ്ണിക്കട്ടെ. നമുക്കൊന്നുകൂടെ നോക്കാം. ശ്രീ ഗുരു ചരണ സരോജ രജ നിജമന മുകുരു സുധാരി ഭരണൗ രഘുവർ വിമല ജസു ജോ ദായകു ഫലചാരി. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. बोलो सियावर रामचंद्र की जय, उमावती महादेव की जय, पवनसुत हनुमान की जय, बोलो सब संतन की जय. जय जय सीताराम.